മാധവ് സുരേഷിൻ്റെയൊക്കെ പുള്ളി നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലായിരുന്നു. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല, ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഡബ്ബിങ്ങും. കാരണം ഇതെല്ലാം വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണ്, സംസ്ഥാനത്തെല്ലാം പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് അവസാനം കൊണ്ടെത്തിച്ചു. അപ്പം കേരളത്തിൽ അത്രയും ഒരു സ്ത്രീ സുരക്ഷ നിലനിൽക്കുന്ന സംസ്ഥാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്സ്, ബട്ട് ചേഞ്ചസ് ഇവിടെ ആവശ്യമാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാർ ഗോവിന്ദ്, ഹരികൃഷ്ണൻ, ഹരിയുണ്ട് കൃഷ്ണനും ഉണ്ട്, ഗോവിന്ദൻ കൃഷ്ണൻ്റെ പേരാണ്. ഈ വക്കീൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഏതൊക്കെ ദൈവങ്ങളുടെ പേര് നീ ഇട്ടുകൂടാ എന്നുണ്ടെന്ന്. അത് വളരെ ഒരു അൺനെസസറി ആയിട്ടുള്ള വിവാദമാണ്. സുരേഷ് ഗോപി കലക്കി കൊള്ളായിരുന്നു. സുരേഷ് ഗോപി നല്ല സിനിമയായിരുന്നു. നല്ലൊരു കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു. എല്ലാവരും വന്ന് കാണണം. അഭിനയം കൊള്ളാം, നന്നായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മെസ്സേജാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ റേപ്പ് ചെയ്തിട്ട് അവർക്കുണ്ടാവുന്ന അവസ്ഥകൾ എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. സിനിമ നല്ലതായിരുന്നു. അഭിനയം സുരേഷ് ഗോപിയിലെ പഴയ മുമ്പത്തെ അതേ ഇതിലുള്ള അഭിനയമാണ്. സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലതാണോ? നല്ലൊരു സന്ദേശം കൊടുക്കുന്നത്. വെരി ഗുഡ്, ഇറ്റ്സ് എ വെരി ഗുഡ് സിനിമ. ഒരു തെയ്യത്തിൻ്റെയൊക്കെ അത് കുറച്ച് ഓവറായിപ്പോയി. ബാക്കി കുഴപ്പമൊന്നുമില്ല, അഭിനയമൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ല, നല്ലതുണ്ട്. പടം നല്ലതായിരുന്നു, കുഴപ്പമില്ല. ഇതിനകത്ത് മ്യൂസിക് നല്ലതായിരുന്നു, അത് വളരെ അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം അതാണ്. സുരേഷ് ഗോപിയുടെ അഭിനയം നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. സ്റ്റിൽ ഹീസ് എ സൂപ്പർ സ്റ്റാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ആ ഒരു ഓറ ഇപ്പോഴും ഉണ്ട്. ശ്രുതി രാമചന്ദ്രൻ നന്നായിട്ട് ചെയ്തു. ആസിഫ് അലിയുടെ അനിയൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പുള്ളിയും കുഴപ്പമില്ലാതെ ചെയ്തു. ബാക്കിയുള്ള കാസ്റ്റിംഗ്, അനുപമ നന്നായിട്ട് ചെയ്തു. ബാക്കിയുള്ള കാസ്റ്റിങ്ങുകളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മാധവ് സുരേഷിൻ്റെയൊക്കെ പുള്ളി നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലായിരുന്നു. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല, ഇതുപോലെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് ഡബ്ബിങ്ങും. സോ അത് പ്രശ്നമായിരുന്നു. സിനിമ കൊടുക്കാൻ ആഗ്രഹിച്ച മെസ്സേജ് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം ഒരു സ്ത്രീയുടെ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്, റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, ഭ്രൂണത്തിന് ജീവിക്കാൻ 7 മാസം കഴിഞ്ഞ് അവകാശമുള്ളതുപോലെ തന്നെ ആ സ്ത്രീക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്ക് താല്പര്യമില്ലാതെ അത് കുഞ്ഞിനെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതും ഇതെല്ലാം അപ്രീഷിയേറ്റബിൾ ആണ്. പക്ഷെ ലാസ്റ്റ് വന്നതൊരു പ്രൊപ്പഗാൻഡ മൂവിൽ എന്ന പോലെ ആയിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യം. കാരണം ഇതെല്ലാം വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമാണ്, സംസ്ഥാനത്തെല്ലാം പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് അവസാനം കൊണ്ടെത്തിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു ക്ലിയർ പ്രൊപ്പഗാൻഡ ഇതിനകത്ത് അവസാനം ഉണ്ടായിരുന്നു. മൂവി ഇത്രയും ഫൈനൽ സമയം വരെ ഓൾഡ് ചെയ്തൊരു അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള മെസ്സേജിനെ അവസാനം ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ സ്ത്രീ സുരക്ഷയുടെ പ്രശ്നമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു. അപ്പം കേരളത്തിൽ അത്രയും ഒരു സ്ത്രീ സുരക്ഷ നിലനിൽക്കുന്ന സംസ്ഥാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ബെറ്റർ ദാൻ അതർ സ്റ്റേറ്റ്സ്, ബട്ട് ചേഞ്ചസ് ഇവിടെ ആവശ്യമാണ്. രാഷ്ട്രീയമാണ് പറയുന്നത് ചോദിച്ചാൽ എല്ലാത്തിലും രാഷ്ട്രീയം ഉണ്ടല്ലോ. സ്ത്രീപക്ഷവാദപരമായി സംസാരിക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം കൃത്യമായി സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവസാനത്തെ ഒരു 10 മിനിറ്റ് വന്നിട്ട് ഇതെല്ലാം സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണെന്ന നിലയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കുത്തിക്കയറ്റാൻ നോക്കിയത് വളരെ പ്രശ്നമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ, കാരണം പ്രൊപ്പഗാൻഡ എടുക്കാൻ വേണ്ടി സിനിമ എടുക്കാം. ഇപ്പം കാശ്മീർ ഫയൽസ് പോലെ പടം എടുക്കാം, അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാവരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ നല്ലൊരു മെസ്സേജ് ഹോൾഡ് ചെയ്തുകൊണ്ട് വന്നിട്ട് അവസാനം ഒരു 10 മിനിറ്റിൽ ഇത് കുത്തി കയറ്റുമ്പം അത്രയും നേരം സിനിമ ഹോൾഡ് ചെയ്യുന്ന മെസ്സേജിനെ കൂടെ അത് ടാർണിഷ് ചെയ്യുന്ന നിലയിലേക്ക് ചിലപ്പം പോകും. അത്രയും ഒരു കാര്യമാണ് തോന്നിയത്. ഇതിനകത്ത് എന്താണ് ആവശ്യം? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവരുടെയും പേരുകൾ ദൈവങ്ങളുടെ പേരുകളാണ്. ഇപ്പം മുഹമ്മദ് എന്ന് പേരുന്നുണ്ട്. ഒരു വില്ലനെ സിനിമയിൽ മുഹമ്മദ് എന്ന് പേരിടാൻ സാധിക്കത്തില്ലേ? നബിയുടെ പേരാണെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇപ്പം എൻ്റെ കൂട്ടുകാർ ഗോവിന്ദ്, ഹരികൃഷ്ണൻ, ഹരിയുണ്ട് കൃഷ്ണനും ഉണ്ട്, ഗോവിന്ദൻ കൃഷ്ണൻ്റെ പേരാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ പേര് ശിവപ്രസാദ് എന്നാണ്, ശിവൻ്റെ പേരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്താണ് സെൻസർ ബോർഡ് ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെ പേര് മറന്നുപോയി, വക്കീൽ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, ഏതൊക്കെ ദൈവങ്ങളുടെ പേര് നീ ഇട്ടുകൂടാ എന്നുണ്ടെന്ന്. അത് വളരെ ഒരു അൺനെസസറി ആയിട്ടുള്ള വിവാദമാണ്. അത് കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത് വന്നത്. ഇനി അത് എന്തെങ്കിലും പ്രൊമോഷൻ്റെ ഭാഗമാണോ, അതോ ഇനി യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രശ്നമുള്ളതാണോ, സെൻസർ ബോർഡിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങനൊരു സെൻസറിങ് സുരേഷ് ഗോപിയുടെ പടമെന്നല്ല, ആരുടെ പടത്തിനെതിരെ വന്നാലും അത് പ്രശ്നകരമായൊരു സെൻസറിങ് ആണ്. അതൊരു ജനാധിപത്യ രാജ്യത്ത് ആവശ്യമായ ഒരു സെൻസറിങ് ആണെന്ന് കരുതുന്നില്ല.